ഫ്രണ്ട്സ് കാലത്ത് എണീറ്റിട്ട് വേഗം പോയി കുളിച്ചു. കുളി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ചായക്കുള്ള പാലൊക്കെ അടുപ്പത്ത് വെച്ചു. പിന്നെ ചോറും തിളപ്പിക്കാനായിട്ട് വെച്ചു. അപ്പോഴേക്കും പാലൊക്കെ തിളച്ച് വന്നപ്പോൾ ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മണിക്കൂട്ടന്ന് ചായയൊന്നും കുടിച്ചില്ല. എന്താണെന്ന് വെച്ചാൽ ഇത്തിരി വൈകി എണീക്കാനായിട്ട്. പിന്നെ കാലത്ത് തന്നെ ചായ കുടിക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരിക എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, അമ്മേ ചായ വേണ്ട, വന്നിട്ട് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ആൾ പോയി. ഇന്ന് സൈക്കിളുമ്മലാണ് പോയത്. ഞാൻ കൊണ്ടാക്കി കൊടുത്തൊന്നുമില്ല. പിന്നെ ഇന്ന് എന്ത് കറി വെക്കുന്നു വിചാരിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ സാമ്പാർ വെക്കാമെന്ന്. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ വൈകുന്നേരം ഞാൻ അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ട് വല്ല ഇഡ്ഡലിയോ ദോശ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ സാമ്പാർ ഉണ്ടെങ്കിൽ പിന്നെ വേറെ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ടല്ലോ. അപ്പം ഞാൻ വേഗം സാമ്പാർ വെക്കാമെന്ന് വെച്ചിട്ട് പരിപ്പൊക്കെ കഴുകി ഞാനൊരു പാത്രത്തിൽ കുറച്ച് നേരം കുതിരാനായിട്ട് ഇട്ടു. അപ്പോഴേക്കും ചായയൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ അതൊക്കെ അരിച്ചെടുത്തു. അപ്പം അങ്ങനെ അരിച്ചതിന് ശേഷം ചായ ആയി കഴിഞ്ഞ് അപ്പോൾ ഒരു ഗ്ലാസ് എടുത്ത് കുടിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലത്ത് എണീക്കുമ്പോൾ ചൂടുള്ളൊരു ഗ്ലാസ് ചായ കുടിക്കുമ്പോൾ തന്നെ ഒരു ഉഷാറാണല്ലോ. അപ്പം അങ്ങനെ ചായയൊക്കെ ആയി വന്നതിന് ശേഷം ഞാനതൊക്കെ ആറ്റിയെടുത്തു. പിന്നെ ഉപ്പേരിയായിട്ടൊന്നും വെക്കണില്ല. എന്താണെന്ന് വെച്ചാൽ സോയാബീൻ ഇരിക്കുന്നുണ്ട്, അപ്പോൾ അത് വറുക്കാം. പിന്നെ പപ്പടം ഉണ്ട്, അപ്പോൾ അതും വറുക്കാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് ഉപ്പേരിയൊന്നും ഉണ്ടാക്കണില്ല. പിന്നെ ചാറുകറി ഞാൻ അത്രയ്ക്കൊന്നും ഉണ്ടാക്കാറില്ല. ബിജാഷേട്ടല്ലല്ലോ, ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് കറികളാണ് വെക്കാറ്. അപ്പം അങ്ങനെ ഞാൻ സാമ്പാറിലേക്കുള്ള മത്തങ്ങ, ചെറിയൊരു കഷ്ണം മത്തങ്ങ എടുത്തിട്ട് അത് നുറുക്കിയെടുക്കാനായിട്ട് നോക്കുകയാണ്. അപ്പം മത്തങ്ങയും പരിപ്പും പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഉപ്പും പിന്നെ കുറച്ച് കായംപൊടിയും 2 മണി ഉലുവയൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേവിക്കാനായിട്ട് വെക്കും പരിപ്പ്. അപ്പം അങ്ങനെ അതൊക്കെ വെന്ത് വരുമ്പോഴേക്കും ഞാൻ വെണ്ടക്കായും മുരിങ്ങക്കായും വേറെയാണ് വേവിച്ചെടുക്കുക. അപ്പോൾ ചെറിയൊരു കഷ്ണം കുമ്പളങ്ങ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുമ്പളങ്ങയും ഇടാമെന്ന് വിചാരിച്ചു. പക്ഷേ കുമ്പളങ്ങ ഞാൻ കുക്കറിൽ ഇട്ടില്ല. എന്താണെന്ന് വെച്ചാൽ വെന്തുടഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം അങ്ങനെ അതൊക്കെ ആയി വന്നപ്പോൾ ഞാൻ വേഗം കുക്കറിൽ പരിപ്പൊക്കെ അടുപ്പത്ത് വെച്ചു. അപ്പം അങ്ങനെ പരിപ്പൊക്കെ വെന്ത് വരുമ്പോഴേക്കും ഞാൻ വേഗം പോയി മിറ്റൊക്കെ അടിച്ച് വന്നു. എന്താണെന്ന് വെച്ചാൽ മിറ്റടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ചോറൊന്നും കൂടി വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തിരി വേവ് കൂടി അരിയായിരുന്നു. അപ്പോൾ ഞാൻ അത് തിളച്ച് കഴിഞ്ഞ് ചെറുതീയിലിട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം അവിടെ കിടന്ന് വെന്തോളൂല്ലോ. അപ്പം അങ്ങനെ അതൊക്കെ വാർത്ത് വെച്ചു. അത് വാർത്ത് വെച്ചതിന് ശേഷം ചായ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ഗ്ലാസ് ചായയൊക്കെ എടുത്ത് കുടിച്ചു. അപ്പം നല്ല ചൂടോടെ കുടിക്കാൻ എനിക്ക് ഇഷ്ടമില്ല, ചെറു ചൂടിൽ തന്നെ ഇഷ്ടം. അപ്പോൾ ഞാൻ വേഗം ചായയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ സാമ്പാറിലേക്കുള്ള കുമ്പളങ്ങയും തക്കാളിയും വെണ്ടക്കായും മുരിങ്ങക്കായും ഒക്കെ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ എടുത്തിട്ട് കഴുകിയിട്ട് അതൊക്കെ അരിഞ്ഞ് വെക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കുറേ കഷ്ണങ്ങളൊന്നുമില്ല, കുറച്ച് കഷ്ണങ്ങൾ തന്നെയുള്ളൂ. പക്ഷേ ഈ കഷ്ണങ്ങൾ മുഴുവനൊന്നും ഞാൻ എടുക്കണില്ല. ഇതിന്ന് ഓരോ ചെറിയ കഷ്ണങ്ങളും ചെറിയൊരു തക്കാളിയും പിന്നെ 2-3 ചെറിയ മുരിങ്ങക്കായ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നാളികേരൊന്നും ഇടാണ്ട് വെറുതെ ഒരു പൊടി ഇട്ടിട്ടുള്ള സാമ്പാറാണ് ഞാൻ വെക്കണത്. വറുത്തരച്ച സാമ്പാറൊന്നല്ല. കുറേ ഉണ്ടാക്കി കഴിഞ്ഞാലേ ഇന്ന് മാത്രം കൂട്ടാൻ ഇഷ്ടമുള്ളൂ, നാളേക്കൊന്നും ചൂടാക്കി കൂട്ടാനൊന്നും അത്രയ്ക്ക് ഇഷ്ടമല്ല. വിജയശേട്ടുണ്ടെങ്കിൽ ആൾ ചൂടാക്കി കൊടുത്താലൊക്കെ ആൾ കഴിച്ചോളും. പക്ഷേ ഇവർക്കും ആവശ്യക്കും മണിക്കൂട്ടനൊന്നും അത്രയ്ക്ക് ഇഷ്ടമല്ല. എനിക്കും കുഴപ്പമില്ല, ഞാനും ചൂടാക്കിയിട്ടൊക്കെ കഴിക്കും. അപ്പം അങ്ങനെ മുരിങ്ങക്കായും വെണ്ടക്കായും തക്കാളിയൊക്കെ ഞാൻ വേഗം കഴുകിയിട്ട് അതൊക്കെ അരിഞ്ഞെടുത്തതിന് ശേഷം പിന്നെ ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങി ഉണ്ടല്ലോ, അപ്പം അങ്ങനെ കുമ്പളങ്ങയും മുരിങ്ങക്കായും കൂടിയിട്ട് ആദ്യം തന്നെ ഞാൻ വേവിക്കാനായിട്ട് ഒരു പാത്രത്തിൽ വെച്ചു. അപ്പോൾ അത് വെന്ത് വരുമ്പോഴേക്കും പിന്നെ വെണ്ടക്കായും തക്കാളിയൊക്കെ അതിലിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ കുക്കറിലിട്ട് വിസിലടിച്ചാൽ ഒക്കെ വെന്ത് ഇതായി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കഴിക്കാനായിട്ട്. എനിക്കിഷ്ടമില്ല. അത് കാരണമാണ് ഞാൻ വെണ്ടക്കായും തക്കാളിയൊക്കെ വേറെ വേവിക്കണത്. ചിലർ വെളിച്ചെണ്ണയിലൊക്കെ വാട്ടിയിടും, ഞാൻ പക്ഷേ വാട്ടിയിടൊന്നുമില്ല, അങ്ങനെ വേവിച്ചിട്ട് തന്നെയാണ് ചെയ്യുക. അപ്പം അങ്ങനെ അതും കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു കഷ്ണം കുമ്പളങ്ങ. ഇത് എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ ഒരു കൂട്ടുകാരി കുമ്പളങ്ങ തന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലന്ന് എടുത്തു വെച്ചതാണ് ഒരു കഷ്ണം കുമ്പളങ്ങ. പക്ഷേ ഫ്രിഡ്ജിലിരിക്കുന്ന കാരണം അതിനങ്ങനെ ഒരു വാട്ട ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അതൊന്നും ഒരു പകുതിയാണ് എടുത്തത്. അപ്പം അങ്ങനെ മുരിങ്ങക്കായും കുമ്പളങ്ങയും കൂടി വേവിക്കാനായിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചു. അപ്പം അങ്ങനെ അതൊക്കെ വെന്ത് വരുന്നേക്കാളും മുമ്പ് ഞാൻ അവിടെ സാമ്പാറിനുള്ള കഷ്ണങ്ങളുടെ തൊലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വേസ്റ്റൊക്കെ. അതൊക്കെ വാരി എന്താണെന്ന് വെച്ചാൽ തിണ്ട എപ്പോഴും നീറ്റായിട്ട് ഇടണം, അതാണ് എനിക്കിഷ്ടം. അപ്പം അങ്ങനെ അതൊക്കെ വാരി ഒതുക്കി ഞാൻ അതൊക്കെ മാറ്റി വേസ്റ്റിലിട്ടിട്ട് ഞാൻ ചെറിയൊരു കഷ്ണം മത്തങ്ങ ഉണ്ടായിരുന്നു, കുമ്പളങ്ങയും തക്കാളിയൊക്കെ മാറ്റി വെച്ചു. എന്താണെന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും ഇതുപോലെ ഒരു സാമ്പാർ വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ അതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിന്നെ എനിക്ക് സോയാബീനൊക്കെ വെള്ളത്തിലിടണം, വർക്കൊക്കെ വേണം, അതൊക്കെ ചെയ്യണം. പിന്നെ ഇന്ന് ഇത്തിരി നേരം വൈകി എണീക്കാനായിട്ട്. അപ്പോൾ അത് കാരണം അതിൻ്റെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചായക്ക് കാലത്ത് ചായക്കടി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ തലേദിവസം തന്നെ വാവിച്ചോടും മണിക്കുട്ടനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു മുട്ടച്ചുരുൾ ഉണ്ടാക്കാമെന്ന്. അവർക്ക് നല്ല ഇഷ്ടമാണ് മുട്ടച്ചുരുൾ. അപ്പോൾ മൈദ ഇരിക്കുന്നുണ്ടായിരുന്നു. മൈദ അങ്ങനെ എപ്പോഴും വാങ്ങാറൊന്നുമില്ല. ഓണത്തിന് സാധനങ്ങൾ വാങ്ങുമ്പോൾ ഞാൻ കുറച്ച് മൈദ വാങ്ങിച്ചു. ഇതുപോലെ എപ്പോഴെങ്കിലും വല്ല ഉള്ളിവടയാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിച്ചത്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് മുട്ടച്ചുരുൾ ഉണ്ടാക്കാൻ. കാലത്ത് നോക്കിയപ്പോഴേ പുട്ടിൻ്റെ പൊടിയും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഞാൻ വേഗം മൈദ ഒരു ചെറിയൊരു ഒരു നുള്ളുപ്പും പിന്നെ ഒരു മുട്ട ഉണ്ടായിരുന്നു. ആ മുട്ടയും പൊട്ടിച്ച് ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് അത് കലക്കിയെടുത്തു. ചിലർ പഞ്ചസാര ഇടും, ഞാൻ പഞ്ചസാരയൊന്നും ഇട്ടില്ല. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇത് ദോശ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ പഞ്ചസാരയും പിന്നെ നാളികേരം കൂടിയിട്ട് വെച്ച് ചുരുട്ടുകയാണ് ചെയ്യുക. മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൽ ഞാൻ ഇതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ചെക്ക് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം, നിങ്ങൾക്ക് ഷോർട്ട്സായി തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ മൈദയൊക്കെ ഞാൻ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം അതവിടെ
മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള മൈദയൊക്കെ ഞാൻ എടുത്തു വെച്ചു. അപ്പം അങ്ങനെ അതൊക്കെ എടുത്തു വെച്ചതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ ഇനി എനിക്ക് അത്യാവശ്യം പണികളൊക്കെ ഉണ്ട്. പിന്നെ ഇന്ന് നന്നായിട്ട് നേരം വൈകി. പിന്നെ കുളി കഴിഞ്ഞ കാരണം പിന്നെ എനിക്ക് ധൈര്യമാണ്, ഡ്രസ്സ് മാറി പോവല്ലേ വേണ്ട, വേഗം ചോറും കാര്യങ്ങളൊക്കെ ആക്കി. പിന്നെ മണിക്കുട്ടൻ ഇന്ന് സ്കൂളുണ്ട്, കലോത്സവമാണ്. പക്ഷേ മണിക്കുട്ടൻ പോകണില്ല, ബാവച്ചി മാത്രമേ പോകണുള്ളൂ. അത് കാരണം പിന്നെ മണിക്കുട്ടനുള്ള ചോറും കാര്യങ്ങളൊന്നും ആക്കണ്ട. അപ്പം അങ്ങനെ ഗ്യാസ് മേലെ പരിപ്പ് വെച്ചപ്പോൾ നന്നായിട്ട് വെന്ത് തിളച്ച് പോയി. അപ്പോൾ പുതിയ അടുപ്പല്ലേ, അപ്പം ഞാനത് വൃത്തിയായിട്ട് നോക്കിയില്ലെങ്കിൽ അത് ഇനി നാശമാവും. അപ്പോൾ അതൊക്കെ നന്നായി തുടച്ച് അതിൻ്റെ ബർണറൊക്കെ എടുത്ത് കഴുകി ഞാനത് അങ്ങനെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ദോശയിലേക്കുള്ള നാളികേരം, ഒരു മുറി നാളികേരം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതൊക്കെ ചിരകിയെടുത്തു. ഭയങ്കര വിലയല്ല നാളികേരത്തിന്, അത് കാരണം നാളികേരം വാങ്ങലൊക്കെ കുറവാണ്. അപ്പം അങ്ങനെ അതൊക്കെ ചിരകിയെടുത്തതിന് ശേഷം ആവശ്യത്തിന് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അത് യോജിപ്പിച്ച് അവിടെ മാറ്റി വെച്ചു. അപ്പോഴേക്കും മുരിങ്ങക്കായും വെണ്ടക്കായും തക്കാളിയൊക്കെ അവിടെ കിടന്ന് വേവണുണ്ട്. പിന്നെ പരിപ്പ് വെന്തിട്ട് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അതൊക്കെ യോജിപ്പിച്ച് വെച്ചിട്ട് ഞാൻ കുക്കറൊക്കെ വിസിൽ പോയപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ പരിപ്പും മത്തങ്ങി നന്നായി വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഈ കുക്കറിൽ വേവാൻ ഇത്തിരി പ്രയാസമാണ്. അത് കാരണമാണ് ഞാൻ ബാക്കിയുള്ള കഷ്ണങ്ങളൊന്നും ഇതിലിട്ട് വേവിക്കാത്തത്. എന്താണെന്ന് വെച്ചാൽ ഇത്തിരി അധികം വിസിലടിക്കണം. അപ്പം അങ്ങനെ ഈ ഒരു കുക്കർ തന്നെയുള്ളൂ. അപ്പോൾ എന്ത് വെച്ചാൽ ഇതൊന്ന് മാറ്റിയിട്ട് വേണം പിന്നെയും വെക്കാനായിട്ട്. അത് കാരണം വേറെ കുക്കറൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പം അങ്ങനെ ഞാനതൊക്കെ നന്നായി ഒന്നും കൂടി ഉടച്ചെടുത്തു. വെന്തിട്ടുണ്ട്, എന്നാലും ഞാനത് നന്നായി ഉടച്ചെടുത്തു. അപ്പോഴേക്കും ഞാൻ ദോശ ഉണ്ടാക്കാനുള്ള പാനൊക്കെ അടുപ്പത്ത് വെച്ചു, അത് ചൂടാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പം അങ്ങനെ അതൊക്കെ ചൂടായി വന്നതിന് ശേഷം ഞാൻ മൈദ കൊണ്ടുള്ള ദോശ ഉണ്ടാക്കുകയാണ്. അപ്പം നിങ്ങളിതുപോലെ ചെയ്ത് നോക്കണം, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിലൂടെ പറയണം. നല്ല ടേസ്റ്റാണ് മുട്ടച്ചുരുൾ കഴിക്കാൻ. അപ്പം അങ്ങനെ അതൊക്കെ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ട് ഒന്നും ചെയ്യില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു മുട്ട ഒഴിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നന്നായിട്ട് കനം കുറച്ച് പരത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ ഞാൻ അധികം ദോശയൊന്നും ഉണ്ടാക്കിയില്ല. ഞാൻ ഒരെണ്ണം കഴിച്ചു, പിന്നെ ബാക്കി അവർ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ പ്രത്യേകിച്ച് കൂടുതലൊന്നും ഞാൻ അടുത്ത് കഴിച്ചില്ല. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ കാലത്ത് കഴിക്കാനൊന്നും വലിയ ഇഷ്ടമല്ല. അപൂർവമുള്ള വില പലഹാരം ഞാൻ പറഞ്ഞല്ലോ, നൂലപ്പ വെള്ളയപ്പ അങ്ങനെയൊക്കെ ആണെങ്കിലാണ് എനിക്കിഷ്ടം. ദോശ ഇഡ്ഡലിയൊന്നും എനിക്ക് അങ്ങനെ കഴിക്കാനായിട്ട് ഇഷ്ടമല്ല. അപ്പം അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഞാൻ വേഗം സാമ്പാർ വറുത്തിടാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ അതിൽ വാവച്ചി വേപ്പില പൊട്ടിച്ച് വന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കഴുകി. അപ്പോൾ അതിൽ വെള്ളത്തിൻ്റെ ഇതുണ്ടായിരുന്നു. അപ്പം അങ്ങനെ സാമ്പാറൊക്കെ ആയി വന്നിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട്. ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ സാമ്പാർ. നാളികേരമൊന്നും അരയ്ക്കണം എന്നില്ല. ഞാൻ ഓണത്തിന് വരെ ഓണത്തിനോ വിഷുവിനൊന്നും ഞാൻ സാമ്പാർ വയ്ക്കുമ്പോൾ ഇതുപോലെ നാളികേരമൊന്നും അരയ്ക്കാറില്ല. അപ്പം അങ്ങനെ അതൊക്കെ ആയി സാമ്പാറൊക്കെ മാറ്റി വെച്ചതിന് ശേഷം ഞാൻ നാളികേരവും പഞ്ചസാരയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ചുരുട്ടിയെടുക്കും. എന്നിട്ട് കാപ്പിയാ ചായ എന്തെങ്കിലും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം അങ്ങനെ ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പം അങ്ങനെ അതൊക്കെ ആയി വന്നതിന് ശേഷം ഈ വെച്ച പാത്രങ്ങൾ ഒരുപാട് കഴുകാനുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വെച്ചിട്ട് അപ്പം കഴുകിയൊന്നുമില്ല, അവിടെ ഇട്ടു. അപ്പം അങ്ങനെ അതൊക്കെ ഞാൻ പെട്ടെന്ന് കഴുകിയെടുക്കുകയാണ്. നേരവും വൈകി, എനിക്ക് പൂവും വേണ്ടേ. അപ്പം ഞാൻ എല്ലാ പാത്രങ്ങളും കഴുകിയതിന് ശേഷമാണ് പിന്നെ പെട്ടെന്നാണ് എനിക്ക് അരി വെള്ളത്തിലിട്ടത് ഓർമ്മ വന്നത്. അപ്പം ഞാൻ വേഗം അതൊക്കെ കഴുകിയെടുത്തിട്ട് വേഗം അതൊക്കെ അരച്ചു. അപ്പോൾ വൈകുന്നേരത്തേക്ക് അധികം അരിയൊന്നും ഇട്ടില്ല, ഒരു പ്രാവശ്യം അരച്ചെടുക്കാനുള്ളത് മാത്രമേ ഇട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ കുറേ അരച്ച് വെച്ചാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ അപ്പോഴേക്കുള്ളത് അരച്ചെടുക്കുകയല്ലേ നല്ലത്. അപ്പം അങ്ങനെ അതൊക്കെ കലക്കി വെച്ചതിന് ശേഷം ഞാൻ വാവച്ചിക്കും എനിക്കും ചോറാക്കി. അപ്പം അങ്ങനെ ഞാൻ ജോലിക്ക് പോവാണ്. അപ്പം എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ കാണണം. നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.